ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു രോഗത്തെ പറ്റിയാണ്. ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ്. യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭാശയത്തിൻ്റെ മസിലുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം കട്ടിയാണ്. ഒരു ബിനൈൻ ട്യൂമർ, ക്യാൻസർ ആവാൻ സാധ്യത വളരെ കുറവുള്ള ഒരു ട്യൂമർ. അത് ആർക്കാണ് ഉണ്ടാവുക? സാധാരണ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പുകൾ, അതായത് ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് മുതൽ ഒരു 50, 52 വയസ്സ്, 55 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇത് സാധാരണ കാണാറ്. ഇത് ഇനി എന്താണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുക? ചില ആൾക്കാർക്ക് ഇത് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാത്തവർക്കും ചെറിയ ഫൈബ്രോയിഡ് ഉള്ളവർക്കും ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല. നമുക്കത് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. എന്നാൽ വലിയ ഫൈബ്രോയിഡ് ഉള്ളവർക്കോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കോ ഇതിൻ്റെ ചികിത്സ ആവശ്യമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? ഒന്ന്, പീരീഡ്സിൻ്റെ സമയത്ത് രക്തം കട്ടയായിട്ട് പോവുക, അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് നല്ല കഠിനമായ അടിവയറ്റിലുള്ള വേദന. ചില ആൾക്കാർക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള ബുദ്ധിമുട്ട്, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ്, ഫൈബ്രോയിഡ് കാരണം ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. ചില ആൾക്കാർക്ക് വയറ്റിൽ തൊടുമ്പോൾ വലിയൊരു കട്ടി പോലെ തോന്നുക. ചില ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് സഞ്ചിയിലുള്ള പഴുപ്പ്, മൂത്രത്തിലെ ഇൻഫെക്ഷൻ വരിക. കാരണം ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്നത് നമ്മുടെ ഗർഭപാത്രം എന്ന് പറയുന്ന അവയവം തന്നെ നമ്മുടെ മൂത്രസഞ്ചിയുടെ തൊട്ട് പുറകിലും മുകളിലുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫൈബ്രോയിഡ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണം തന്നെ മൂത്രസഞ്ചിയിൽ നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പം അതിൽ മൂത്രസഞ്ചിയിൽ ശരിക്കും മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോകാത്തൊരവസ്ഥ വരാം. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ചുമയ്ക്കുമ്പോഴേക്കും ചെറുതായിട്ട് മൂത്രം പോകുന്ന പോലത്തെയൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെ മൂത്രം പോകുന്ന പോലത്തെ അവസ്ഥയൊക്കെ ഇത് കാരണം വരാം. അങ്ങനെയുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാം. അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. സാധാരണ ഏറ്റവും കൂടുതൽ കാണുന്നത് രക്തം കട്ടയായിട്ട് പോവുക, രക്തത്തിൻ്റെ അളവ് ബോഡിയിൽ കുറയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷണം. കാരണം ഈ ഫൈബ്രോയിഡ് നല്ലോണം രക്തം വലിച്ചെടുക്കുന്ന തരത്തിലുള്ള ഒരു ട്യൂമറാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ചികിത്സിക്കുക? പഴയ രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബ്രോയിഡിനെ കട്ട് ചെയ്ത് കളയുക. അതായത് നമ്മൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്ത് ഫൈബ്രോയിഡിനെ കട്ട് ചെയ്ത് മാറ്റുന്ന, അതായത് ഗർഭപാത്രം അവിടെ നിലനിർത്തിയിട്ട് ഫൈബ്രോയിഡിന് മാത്രം കട്ട് ചെയ്യുന്ന ചികിത്സകളുണ്ട്. അതല്ലെങ്കിൽ ഗർഭപാത്രം മുഴുവനായിട്ട് എടുക്കുന്ന ചികിത്സകളുണ്ട്. ഇനി ഒരു ആധുനിക ചികിത്സാ രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർജറിക്ക് താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമ്മൾ കയ്യിൽ ഇവിടെ മാത്രം തരിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ചെറിയ ട്യൂബുകളിട്ട് ഗർഭാശയ മുഴകളിലെ ആ രക്തക്കുഴലുകൾ എത്തും. എന്നിട്ട് ആ രക്തക്കുഴലുകൾ പ്രത്യേകതരം ഒരു മരുന്ന്, ഒരു പൊടി പോലത്തെ ഒരു മരുന്നിട്ട് ആ രക്തക്കുഴലുകൾ ബ്ലോക്ക് ചെയ്യും. ഈ ബ്ലോക്ക് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ എംബോളൈസേഷൻ എന്ന് പറയുക. ഇനി എംബോളൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഗർഭാശയ മുഴകൾക്കുള്ള രക്തോട്ടം അപ്പം തന്നെ കുറയും. ഇനി അപ്പം തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈസ് കുറയാൻ കുറച്ച് മാസങ്ങളെടുക്കും. അപ്പോൾ വൺസ് അത് കരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ബ്ലീഡിങ്ങും ഇതെല്ലാം കുറയും. ബാക്കിയുള്ള രോഗലക്ഷണങ്ങളും, രക്തം കട്ടയായിട്ട് പോകുന്നതും അതിൻ്റെ പെയിനും ഇതൊക്കെ കുറയും. ഒരു ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ രോഗലക്ഷണങ്ങളെല്ലാം പതുക്കെ മാറി തുടങ്ങും. ഈ ഫൈബ്രോയിഡിൻ്റെ സൈസ് കുറഞ്ഞു തുടങ്ങുന്നത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം ഈ ഫൈബ്രോയിഡ് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആവും. വൺസ് അത് കരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളോ, ഒരു 7-8 മാസങ്ങളൊക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ അത് നല്ലോണം സൈസ് കുറഞ്ഞ് കാലക്രമേണ അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഗർഭാശയത്തിനെ നമ്മൾ വേറൊരു പോറിൽ ഏൽപ്പിക്കുന്നില്ല. ഗർഭാശയത്തിൽ സ്കാറുകളൊന്നും വരുന്നില്ല. പിന്നെ ഗർഭാശയം അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗർഭാശയം നിലനിർത്തുമ്പോൾ അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ നടക്കും. അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം നമുക്കൊരു 55 വയസ്സ് വരെയെങ്കിലും വേണ്ടതാണ്. സാധാരണ ചില ആൾക്കാർക്ക് ഇപ്പം നമ്മൾ അണ്ഡാശയമൊക്കെ നേരത്തെ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഗർഭാശയം നേരത്തെ എടുക്കുകയാണെങ്കിൽ അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം കുറച്ച് നേരത്തെ നിൽക്കാൻ സാധ്യതയുണ്ട്. അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം നിൽക്കുകയാണെങ്കിൽ നമുക്ക് എല്ലുകൾക്കുള്ള തളർച്ച, ഏർലി മെനോപ്പോസ് വരുന്ന പോലെയാണ്. അതായത് എല്ല് ബലക്കുറവാവുക, പൊതുവെ ഒരു പ്രായം പെട്ടെന്ന് ആവുന്ന പോലത്തെ ഒരു പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ ഗർഭപാത്രം നിലനിർത്തുന്നുണ്ട്, അണ്ഡാശയവും നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മളിതിൽ കാണുന്നില്ല. പിന്നെ വലിയ കീറലോ തുന്നലോ ഒന്നും ഇല്ലാത്ത കാരണം വേഗം തന്നെ ജോലിയിലേക്കൊക്കെ തിരിച്ച് പ്രവേശിക്കാം. പിന്നെ റെസ്റ്റ് അധികം വേണ്ടി വരില്ല. സ്റ്റെപ്പ് കയറാനൊന്നും പ്രശ്നമില്ല, തുന്നലുകളൊന്നും ഉണ്ടാകാറ്. ഇതിനെപ്പറ്റി ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ ബന്ധപ്പെടുക.